നമസ്കാരം. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മളുടെ മനസമാധാനം കെടുത്തുന്ന ഒരു വാക്ക് ഏതാണെന്നറിയാമോ? അത് യെസ് എന്ന വാക്കാണ്. നമ്മൾ എല്ലാവരോടും എന്തിനും ഏതിനും യെസ് പറയും എന്നുള്ളതാണ് അതിൻ്റെ കാരണം. എന്ന് വെച്ചാൽ ഒന്നിനോടും ഏതിനോടും നോ പറയാൻ അറിയില്ല, അല്ലെങ്കിൽ മടിയാണ് എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അതുകൊണ്ട് തന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം നമ്മോട് ആവശ്യപ്പെട്ടാൽ അത് നമ്മളെ കൊണ്ട് പറ്റുന്നതാണോ ഇല്ലയോ എന്ന് പോലും നോക്കാതെ നമ്മൾ യെസ് പറയും. അതിനുശേഷം നമ്മൾ അതിനെ ഓർത്ത് അനാവശ്യമായി ടെൻഷൻ അടിച്ചുകൊണ്ടേയിരിക്കും. ഞാനും അത്തരത്തിലുള്ള ഒരാളായിരുന്നു. ഒന്നിനോടും ഏതിനോടും നോ പറയാൻ അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ അതിനുള്ള ധൈര്യമില്ലായിരുന്നു. എന്നിട്ട് അനാവശ്യമായി അവരടിക്കേണ്ട ടെൻഷനൊക്കെ ഞാൻ സ്വയം ഏറ്റെടുത്ത് കൊണ്ട് നടന്നിരുന്നു. എൻ്റെ എനർജി മൊത്തം ഞാൻ അങ്ങനെ നശിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിലെ വലിയധികം സമയം ഞാൻ നഷ്ടപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. അവസാനം ഞാൻ ആ പണിയങ്ങ് നിർത്തി. എനിക്ക് സാധിക്കാത്ത കാര്യത്തിലോട് യാതൊരു മടിയും കൂടാതെ നോ പറയാൻ പഠിച്ചു. അതിനായി ഞാൻ പഠിച്ച അല്ലെങ്കിൽ പ്രയോഗിച്ച ചില കാര്യങ്ങളെപ്പറ്റിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. നിങ്ങളും അത്തരത്തിലുള്ള ഒരാളാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്കും ഇത് തീർച്ചയായും ഉപകാരപ്പെടും. ഇങ്ങനെ എല്ലാത്തിലും യെസ് പറയുന്നതിൻ്റെ പിന്നിലെ ഒരു മനഃശാസ്ത്ര സത്യം ഞാൻ പറയട്ടെ. കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അത്ര സുഖിച്ചെന്ന് വരില്ല, എന്നാലും അതാണ് യാഥാർത്ഥ്യം. എന്ന് വെച്ചാൽ ആളുകൾ നിങ്ങളെ ബഹുമാനിക്കാത്തതിൻ്റെയും നിങ്ങളുടെ അതിർവരമ്പുകൾക്ക് വില നൽകാത്തതിനും ഒറ്റ കാരണമേ ഉള്ളൂ. അത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ ബൗണ്ടറീസ് അല്ലെങ്കിൽ അതിർവരമ്പുകൾ എവിടെ വരെയാണെന്ന് നിങ്ങളായിട്ട് അവർക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ വളരെ വീക്കായതുകൊണ്ടോ നിങ്ങളെ ഒന്നിനും കൊള്ളാത്തവരായതുകൊണ്ടോ ഒന്നുമല്ല അങ്ങനെ സംഭവിക്കുന്നത്. മറിച്ച് ഇവൻ അല്ലെങ്കിൽ ഇവൾ എന്ത് ചോദിച്ചാലും യെസ് പറയും, അല്ലെങ്കിൽ എന്ത് ചോദിച്ചാലും തരും, എപ്പോൾ വിളിച്ചാലും ഫ്രീ ആയിരിക്കും, എന്തിനോടും അഡ്ജസ്റ്റ് ചെയ്തോളുമെന്ന് നിങ്ങളായിട്ട് തന്നെ മറ്റുള്ളവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ഇതിൻ്റെ ഏറ്റവും രസകരമായ ഒരു മറുവശം എന്താണെന്നറിയാമോ? നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഓടിത്തളർന്ന് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴായിരിക്കും നമുക്ക് തന്നെ സ്വയം തോന്നുന്നത്, ഞാൻ ഇത്രയൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടും ഓടി വലഞ്ഞിട്ടും എന്താണ് ആരും എന്നെ വിലവയ്ക്കാത്തത് എന്ന് വെച്ചാൽ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഓടി നടക്കുന്നുണ്ട്, എന്നിട്ടും അവർക്കൊരാവശ്യം വരുമ്പോൾ മാത്രം അവർക്ക് എന്നെ മതി, അല്ലാത്തപ്പോൾ യാതൊരു പരിഗണനയും വിലയും തരുന്നില്ലല്ലോ എന്ന് നമുക്ക് തന്നെ തോന്നി തുടങ്ങും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും എപ്പോഴും യെസ് പറയുന്നത് നിങ്ങളുടെ കോൺഫിഡൻസിന് തന്നെ കുറവ് വരുത്തുന്നത് എങ്ങനെയെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാം. മറ്റുള്ളവരെ എപ്പോഴും സുഖിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും വേണ്ടി മാത്രം നടക്കുന്നവർക്ക് എപ്പോഴും പുച്ഛം മാത്രം ലഭിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അതിന് കാരണം മറ്റൊന്നുമല്ല, നമുക്ക് മറ്റുള്ളവരോട് നല്ല വൃത്തിയായി നോ പറയാൻ അറിയത്തില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നോ എന്ന ഒറ്റ വാക്ക് നിങ്ങളുടെ ലൈഫിനെ മൊത്തം മാറ്റാൻ പോകുന്നത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. മനസ്സിനുള്ളിൽ ഇല്ല, പറ്റില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും യെസ് ഓക്കെ ഞാൻ ചെയ്തേക്കാം അല്ലെങ്കിൽ ഞാൻ തരാം എന്ന് പറഞ്ഞ് എത്ര വട്ടം നിങ്ങൾ ജീവിതത്തിൽ കുഴപ്പത്തിലായിട്ടുണ്ട്? നിങ്ങൾ ആകെ അവശനായിരിക്കുമ്പോഴും എത്ര വട്ടമാണ് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാമെന്ന് സമ്മതിച്ചിട്ടുള്ളത്? മറ്റുള്ളവർക്ക് നിങ്ങളോട് ഇഷ്ടക്കേട് തോന്നാതിരിക്കാൻ വേണ്ടി മാത്രം എത്ര വട്ടമാണ് സ്വന്തം ഇഷ്ടങ്ങളെ നിങ്ങൾ വേണ്ടെന്ന് വെച്ച് മിണ്ടാതിരുന്നിട്ടുള്ളത്? നമ്മളിൽ ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നത് ഇതൊക്കെ നമ്മളുടെ ഉള്ളിലെ നന്മയുടെയും സ്നേഹത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണെന്നാണ്. പക്ഷേ സത്യം അതൊന്നുമല്ല. നമ്മളുടെ ഉള്ളിലെ നന്മയെന്ന വ്യാജ മാസ്ക് ഇട്ട് നടക്കുന്നത് നമ്മളുടെ ഉള്ളിലെ ഭയമാണ്. മറ്റുള്ളവർ നമ്മളെ തള്ളിപ്പറയുമോ എന്ന ഭയം, അവർ വഴക്കുണ്ടാക്കുമോ എന്ന പേടി, അവർ പിണങ്ങുമോ എന്ന പേടി, അതുമല്ലെങ്കിൽ അവർ നമ്മളെ ഒഴിവാക്കുമോ എന്നുള്ള പേടി. ശരിയല്ലേ? ഇതൊക്കെയല്ലേ നമ്മൾ ആരോടും നോ പറയാത്തതിൻ്റെ കാരണം? എന്നാൽ അവസാനം ഈ പേടികളൊക്കെ നമ്മളുടെ ചുറ്റും ഒരു മതിൽക്കെട്ട് തീർക്കും എന്നുള്ളതാണ്, ഒരു ജയിൽ പോലെ. നമ്മൾ അതിനുള്ളിൽ പെട്ടുപോകും. എന്ന് വെച്ചാൽ നിങ്ങളുടെ വിലപ്പെട്ട സമയം എങ്ങനെ ചെലവഴിക്കണമെന്ന് മറ്റുള്ളവർ തീരുമാനിക്കുന്ന ഒരു അവസ്ഥ വരുമെന്നർത്ഥം. അവിടെ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും ആവശ്യങ്ങൾക്കും വെറും 2ാം സ്ഥാനം മാത്രമായിരിക്കും ഉണ്ടാവുക. എന്ന് വെച്ചാൽ വെറും സ്വാർത്ഥരായ നമ്മളുടെ ചുറ്റുമുള്ളവരുടെ മുൻപിൽ അവരുടെ ചെറിയ ഒരു അംഗീകാരത്തിന് വേണ്ടി നിങ്ങളെപ്പോഴും യാചിച്ചുകൊണ്ട് നിൽക്കേണ്ട അവസ്ഥ വരും. എന്ന് വെച്ചാൽ നമ്മളൊരു ജയിലിലകപ്പെട്ട അവസ്ഥയിലായി പോകുമെന്നർത്ഥം. എന്നാൽ നിങ്ങൾ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയോ, ആ ജയിലിൻ്റെ വാതിൽ ആരും ഒരിക്കലും പൂട്ടിയിരുന്നില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ഇതൊക്കെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ആ വാതിൽ തള്ളി തുറന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്ക് തിരിച്ചു വരാമായിരുന്നു. പക്ഷേ നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടോ ഭയം കൊണ്ടോ നിങ്ങൾ അതിന് ശ്രമിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ ഇനി ഒരു കാര്യം സങ്കല്പിച്ചു നോക്കിക്കേ. നിങ്ങളൊരു ദിവസം നിങ്ങളുടെ വീടിൻ്റെ ഉമ്മറത്ത് ഒരു ചായയോ കുടിച്ചിരിക്കുമ്പോൾ ഒരു പിച്ചക്കാരൻ കടന്നു വരുന്നു എന്ന് സങ്കല്പിക്കുക. നിങ്ങൾ അയാൾക്കൊരു 10 രൂപ കൊടുക്കുന്നു. അയാൾ അതും വാങ്ങി സന്തോഷത്തോടെ പോയി. എന്നാൽ പിറ്റേ ദിവസവും അതേ സമയത്ത് തന്നെ അയാൾ വരുന്നു. നിങ്ങൾ വീണ്ടും അയാൾക്ക് ഒരു 10 രൂപ കൂടി കൊടുക്കുന്നു. തുടർന്ന് പതിവായി അതേ സമയത്ത് തന്നെ വീണ്ടും മാസങ്ങളോളം അയാൾ വന്നു. നിങ്ങൾക്ക് അയാളുള്ള ദയവ് കൊണ്ട് നിങ്ങൾ വീണ്ടും 10 രൂപ വെച്ച് എല്ലാ ദിവസവും കൊടുത്തുകൊണ്ടേയിരുന്നു. എന്നാൽ ഒരു ദിവസം നിങ്ങൾ അവിടെ ഇല്ലാതിരുന്നപ്പോൾ ആ പിച്ചക്കാരൻ വന്നു. നിങ്ങൾ അവിടെ ഇല്ല, വീട് പൂട്ടിയിരിക്കുന്നത് കണ്ടിട്ട് അയാൾ തിരിച്ചുപോയി.
2-ാം ദിവസവും അയാൾ വന്നു, വീട് പൂട്ടിയിരിക്കുന്നത് കണ്ടിട്ട് ആളില്ലാത്തതുകൊണ്ട് തിരിച്ചുപോയി. എന്നാൽ 3-ാമത്തെ ദിവസം സംഭവിച്ച അതായിരുന്നില്ല. അയാൾ പതിവുപോലെ വന്നു. നിങ്ങൾ അന്നും അവിടെ ഇല്ലായിരുന്നു, പക്ഷേ അയാൾ തിരിച്ചു പോയത് തെല്ല് നീരസത്തോടെയായിരുന്നു. തൊട്ടടുത്ത ദിവസം അയാൾ വീണ്ടും വന്നു. അപ്പോൾ അയാൾക്ക് നിങ്ങൾ പതിവുപോലെ 10 രൂപ എടുത്തു. അപ്പോൾ ആ പിച്ചക്കാരൻ യാതൊരു മടിയും കൂടാതെ പറയുകയാണ്, നിങ്ങൾ 3 ദിവസം ഇവിടെ ഇല്ലായിരുന്നല്ലോ, ആ കാശ് കൂടി എനിക്ക് തന്നേ ഒക്കുവെന്ന്. അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? നിങ്ങൾക്ക് കുറച്ച് ദേഷ്യവും ടെൻഷനും ഒക്കെ തോന്നും, ശരിയല്ലേ? അപ്പോൾ ശരിക്കും എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? നിങ്ങൾ സ്ഥിരമായി കൊടുത്തു ശീലിച്ചപ്പോൾ അത് നിങ്ങളുടെ ഔദാര്യമാണ് എന്ന് അയാൾ മറന്നുപോയി എന്നുള്ളതാണ്. പകരം അതയാളുടെ അവകാശമായി അയാൾ കാണാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇതാണ് സ്ഥിരമായി നോ പറയാൻ മടിക്കുന്നവരുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. നമ്മൾ എന്തിനും ഏതിനും യെസ് പറഞ്ഞ് ശീലിപ്പിച്ചാൽ അത് അവരുടെ ഒരു അവകാശമായി അവർക്ക് തോന്നി തുടങ്ങും. ഇതാണ് മനുഷ്യന്മാരുടെ സൈക്കോളജി. നിങ്ങളെപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ഫ്രീ ആയിരിക്കുമ്പോൾ, എപ്പോഴും അവർക്ക് വേണ്ടി സ്വന്തം കാര്യങ്ങൾ ത്യാഗം ചെയ്യുമ്പോൾ, എന്തിനും ഏതിനും തലയാട്ടി യെസ് പറയുമ്പോൾ അത് നിങ്ങളുടെ ഒരു കടമയായി അവർക്ക് തോന്നി തുടങ്ങും എന്നുള്ളതാണ്. അവസാനം നിങ്ങളുടെ വലിയ മനസ്സുകൊണ്ട് പണ്ട് നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങളെല്ലാം ഇന്ന് അവരുടെ അവകാശമായി മാറും എന്നുള്ളതാണ്. എപ്പോഴും കയ്യെത്തും ദൂരത്ത് കിട്ടുന്ന ഒന്നിനും നമ്മൾ മനുഷ്യർ വലിയ വിലയൊന്നും കൊടുക്കാറില്ല എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് നല്ല ബഹുമാനം തോന്നുന്ന, ലൈഫിൽ നന്നായി വിജയിച്ചു നിൽക്കുന്ന, നല്ല സ്ട്രോങ് ആയിട്ടുള്ള, നല്ല ആത്മവിശ്വാസമുള്ള ആളുകളെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അവർ എല്ലാവരോടും എന്തിനും ഏതിനും തലയാട്ടി യെസ് പറയാറുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഭൂരിഭാഗം ആളുകൾക്കും അറിയാത്ത ഒരു സൈക്കോളജിക്കൽ ട്രിക്ക് അവർക്കറിയാം. അവർ കൊടുക്കുന്ന ഓരോ യെസ്സിനും വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന്. മറ്റുള്ളവർക്ക് അനാവശ്യമായി കൊടുക്കുന്ന ഓരോ വാക്കും അവരുടെ മനസ്സമാധാനവും സമയവും പാഴാക്കുമെന്ന് അവർക്ക് നന്നായി അറിയാം. നമ്മൾ ഏറ്റെടുക്കുന്ന ഓരോ തലവേദനയും നമ്മളുടെ എനർജിയാണ് ഊറ്റിവറ്റിച്ച് കളയുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്ന് വെച്ചാൽ ഈ ഹൈ വാല്യൂ ഉള്ള ആളുകൾ മറ്റുള്ളവർക്ക് വേണ്ടി സമയം പാഴാക്കാത്തത് അവരുടെ സ്വാർത്ഥത കൊണ്ടൊന്നുമല്ല, പകരം സമയത്തിൻ്റെ വില അവർക്ക് നന്നായി അറിയാവുന്നതുകൊണ്ടാണ്. തെറ്റായ കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഓരോ മണിക്കൂറും തങ്ങളുടെ ലൈഫിലെ ശരിയായ കാര്യങ്ങളിൽ നിന്ന് മോഷ്ടിക്കപ്പെടുകയാണ് എന്ന് അവർ നന്നായി തിരിച്ചറിയുന്നുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ആരുടെയും മുഖത്ത് നോക്കി നല്ല മാന്യമായ രീതിയിൽ നോ പറയാൻ അവർക്ക് യാതൊരു മടിയുമില്ല. അതെനിക്ക് പറ്റില്ല കേട്ടോ, സോറി, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനുവേണ്ടി സമയം മാറ്റിവെക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ, അതുമല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നൊക്കെയുണ്ട്, പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്ത് നിങ്ങൾ പറഞ്ഞ കാശില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവരുടെ ഉള്ളിൽ യാതൊരു കുറ്റബോധവും തോന്നാറില്ല എന്നുള്ളതാണ് കാര്യം. ഇനി മനുഷ്യന്മാരുടെ സൈക്കോളജിയെ പറ്റി വളരെയേറെ കൗതുകം തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും ഫ്രീ ആയിരിക്കുന്നവരെക്കാൾ സ്വന്തമായി ചില അതിർവരമ്പുകൾ വെക്കുകയും ബൗണ്ടറീസ് വെക്കുകയും ചെയ്യുന്നവരെയാണ് ഈ ലോകം എപ്പോഴും ബഹുമാനിച്ചിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളുടെ ചുറ്റും ഏറ്റവും ബഹുമാനം ലഭിക്കുന്ന ചില ആളുകളുണ്ടല്ലോ. അവരൊരിക്കലും എല്ലാവരെയും ഒരുപോലെ സുഖിപ്പിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരെയും എപ്പോഴും സന്തോഷിപ്പിക്കാൻ വേണ്ടി നോക്കുന്നവരൊന്നും ആയിരിക്കില്ല. മറിച്ച് സ്വന്തം വില കൃത്യമായി അറിയുന്നവരായിരിക്കും. തങ്ങൾ ആർക്കൊക്കെ എത്രയൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് നല്ല വ്യക്തമായി അറിയുന്നവരായിരിക്കും. എന്ന് വെച്ചാൽ മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ബഹുമാനിക്കുന്നവരായിരിക്കണം എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് അവർ. കാരണം നമ്മൾ വയ്ക്കുന്ന ഓരോ അതിർവരമ്പുകളും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന മെസ്സേജുകളാണ്. എന്ന് വെച്ചാൽ നമ്മൾ എന്താണെന്ന് നമ്മളായിട്ട് തന്നെ മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കണമെന്നർത്ഥം. എൻ്റെ ജീവിതവും എൻ്റെ സമയവും എൻ്റേതുകൂടിയും കൂടെ ആണെന്ന് നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിച്ചിരിക്കണം. നമ്മളുടെ സംസാരത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും നമ്മളത് മെല്ലെ മെല്ലെ പ്രകടിപ്പിക്കുമ്പോൾ അവരും മെല്ലെ മെല്ലെ അതിനെ അംഗീകരിച്ചു തുടങ്ങും. മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും മാറ്റിവെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ വിലയൊന്നുമില്ല എന്ന് നിങ്ങളായിട്ട് തന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കുകയായിരിക്കും ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു കാര്യം നമ്മളുടെ മനസ്സിൽ അടിവരയിട്ട് ഉറപ്പിച്ചു വയ്ക്കുക, മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ വേണം അവരെ പഠിപ്പിക്കാൻ. ഇനി നിങ്ങളുടെ ഈ പുതിയ മാറ്റമുണ്ടല്ലോ, ആവശ്യമില്ലാത്തതിനോട് നോ പറയുന്ന, കൃത്യമായി അതിർവരമ്പുകൾ വയ്ക്കുന്ന, 24 മണിക്കൂറും മറ്റുള്ളവർക്ക് വേണ്ടി ഫ്രീ ആവാത്ത ആ പുതിയ മനുഷ്യനിലേക്കുള്ള മാറ്റം, അത് നിങ്ങളുടെ കൂടെയുള്ള ചില ആളുകൾക്ക് പിടിച്ചില്ല എന്ന് വരാം. പക്ഷേ ഞാൻ പറയാം, അതിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ടതില്ല. കാരണം ആ മനുഷ്യർക്കൊന്നും നിങ്ങളോട് 1% പോലും സ്നേഹം ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. 24 മണിക്കൂറും അവർക്ക് വേണ്ടി ഫ്രീ ആയിരുന്ന നിങ്ങളുടെ ആ ഗതികേടുണ്ടല്ലോ, ആ ഗതികേടിനെ ആയിരുന്നു ശരിക്കും അവർ സ്നേഹിച്ചിരുന്നത്. എന്തു പറഞ്ഞാലും തലയാട്ടുന്ന നിങ്ങളുടെ ആ സ്വഭാവത്തെയായിരുന്നു അവർ സ്നേഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സമാധാനത്തിന് വേണ്ടി നിങ്ങൾ എപ്പോൾ മുതലാണോ നോ പറഞ്ഞു തുടങ്ങുന്നത്, അപ്പോൾ മുതൽ ആ സ്വാർത്ഥന്മാർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പതിയെ അപ്രത്യക്ഷമാവാൻ തുടങ്ങും. അതിനെ ഓർത്ത് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. പകരം അവരൊക്കെ പോകേണ്ടവരായിരുന്നു എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ ഈ നിമിഷം മുതൽ നിങ്ങൾ ഈ തീരുമാനമെടുക്കുക. അതിർവരമ്പുകൾ വയ്ക്കുന്നതിനോ മറ്റുള്ളവരുടെ ആവശ്യമുള്ളിടത്ത് നോ പറയുന്നതിനോ യാതൊരു വിധത്തിലുള്ള കുറ്റബോധം വയ്ക്കുകയോ പേടിക്കുകയോ ഇല്ല എന്ന്. മറ്റുള്ളവരെ സുഖിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ വേണ്ടി മാത്രം നിങ്ങളുടെ സന്തോഷം ബലി കൊടുക്കില്ല എന്ന്.
നിങ്ങളിത് ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങളുടെ എനർജി എത്രത്തോളം ഹൈ ആവുമെന്നറിയാമോ? നിങ്ങളുടെ ആത്മവിശ്വാസം എത്ര വർദ്ധിക്കുമെന്നറിയാമോ? ജീവിതത്തിൽ എത്രത്തോളം സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുമെന്നറിയാമോ? എനിക്ക് ജീവിക്കാൻ മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റിൻ്റെ യാതൊരു ആവശ്യമില്ല എന്ന് തിരിച്ചറിയുമ്പോഴുള്ള ആ ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് അനുഭവിച്ചു തന്നെ അറിയണം. എന്ന് വെച്ചാൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാവരെയും പുച്ഛിക്കണമെന്നോ എല്ലാവരോടും അഹങ്കാരം കാണിക്കണമെന്നോ എന്നൊന്നും ഞാൻ പറഞ്ഞതിനർത്ഥമില്ല കേട്ടോ. എല്ലാവർക്കും അറിയിക്കുന്ന വില കൊടുക്കുക, എല്ലാവർക്കും അറിയിക്കുന്ന ബഹുമാനം കൊടുക്കുക, എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരോടും ദയ കാണിക്കുക, കരുണ കാണിക്കുക. പറ്റുന്ന സമയത്തൊക്കെ നിങ്ങളെക്കൊണ്ടാവുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടേയിരിക്കുക. പക്ഷേ ഈ ഒരു സത്യം ഒരിക്കലും മറക്കരുത് എന്ന് മാത്രം. നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനും പറ്റും, എന്നാൽ പറ്റാത്ത കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ മുഖത്തു നോക്കി നോ പറയാനും പറ്റും എന്ന കാര്യം മനസ്സിൽ എപ്പോഴും ഓർത്തു വയ്ക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും പറ്റും, അതേസമയം തന്നെ സ്വന്തം മനസ്സമാധാനം കാത്തു സൂക്ഷിക്കാനും പറ്റും. അങ്ങനെ പറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ വിലയുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് ഒരു പുതിയ വ്യക്തിയായി മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ ചാനലിൻ്റെ ഒരു കൂട്ടായ്മ എന്ന നിലയ്ക്കും നമ്മളുടെ എല്ലാ ഓഫ്ലൈൻ ഓൺലൈൻ പ്രോഗ്രാമുകളെ പറ്റിയും ഫ്രീ വെബിനാറുകളെ പറ്റിയുമൊക്കെ അറിയിക്കുന്നതിന് വേണ്ടി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾ ലിങ്കിൽ ടച്ച് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ അതെന്തു തന്നെയായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി തൊട്ടടുത്ത ദിവസം കാണും വരെ നന്ദി, നമസ്കാരം.